ഈ ലിപ്സ്റ്റിക് ഇങ്ങനെ യൂസ് ചെയ്താൽ ലിപ്പെല്ലാം കറുത്തു പോകും ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും നിങ്ങളെ പേടിപ്പിക്കാറുണ്ടോ? ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹായ്, ഐ ആം ഡോക്ടർ നാദിയ, എസ്തെറ്റിക് ഫിസിഷ്യൻ, ഡോക്ടർ നാദിയാസ് കോസ്മെറ്റോളജി, കാലിക്കറ്റ്. ലിപ്സ്റ്റിക് ഉപയോഗിച്ച് ലിപ്പ് കറക്കുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ചീപ്പ് ആൻഡ് ലോ ക്വാളിറ്റി ലിപ്സ്റ്റിക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിൽ ലെഡ് ആൻഡ് ഹെവി മെറ്റൽസിന്റെ പ്രസൻസ് ഉണ്ട്. അത് നമുക്ക് ലിപ്പ് കറക്കാനായി കാരണമാവാറുണ്ട്. കൂടാതെ ചില ലിപ്സ്റ്റിക്സിൽ ഫ്രേഗ്രൻസ്, പാരബൻ, മറ്റ് കെമിക്കൽസിന്റെ പ്രസൻസ് നമ്മുടെ ലിപ്പിൽ അലർജി ഉണ്ടാക്കാറുണ്ട്. രണ്ടാമതായി, നമ്മൾ ചെയ്യുന്ന ചില റോങ് ഹാബിറ്റ്സ് ആണ്. ഉദാഹരണമായി, നമ്മൾ പ്രോപ്പറായി ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യാതെ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് നാച്ചുറലി സംഭവിക്കേണ്ട ഒരു എക്സ്ഫോലിയേഷൻ സ്കിന്നിൽ നടക്കുന്നില്ല. അതുമൂലമായി സ്കിന്നിൽ ഒരു ബിൽഡപ്പ് ഉണ്ടാവുകയും ലിപ്പ് കറക്കുന്നതിന് കാരണമാവുകയും ചെയ്യാറുണ്ട്. കൂടാതെ സ്ഥിരമായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആളുകൾ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ചെയ്യുന്ന സമയത്ത് നിക്കോട്ടിൻ, കെഫിൻ ആൻഡ് ലിപ്സ്റ്റിക് തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി ലിപ്പ് കറക്കാൻ കാരണമാകാറുണ്ട്. മൂന്നാമതായി, ചില ആളുകൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ തീരെ സൺ പ്രൊട്ടക്ഷൻ ലിപ്പിൽ ചെയ്യാറില്ല. അങ്ങനെ വരുന്ന സമയത്തും നമുക്ക് ഫേസിൽ സൺ ടാൻ അടിക്കുന്ന പോലെ തന്നെ ലിപ്പിൽ ഒരു സൺ ടാൻ വന്ന് കൂടുതൽ ഡാർക്കനിങ്ങിലേക്ക് എത്തിക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യമില്ല, പക്ഷെ ലിപ്സ് നല്ല അട്രാക്റ്റീവായി കാണണം എന്ന് ഉള്ളവർക്ക് സർട്ടൻ പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. ലൈക്ക് ലിപ്പ് മൈക്രോ പിഗ്മെന്റേഷൻ. അതൊരു സെമി പെർമനന്റ് മേക്കപ്പ് കാറ്റഗറിയിൽ പെടുന്നതാണ്. ലിപ്സ്റ്റിക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ലിപ്പ് വളരെ അട്രാക്റ്റീവായും ലിപ്സ്റ്റിക് ഇട്ട പോലെ തന്നെയും അപ്പിയർ ചെയ്യും. കൂടാതെ ലിപ്പ് ലേസേഴ്സ് ആൻഡ് ലിപ്പ് ലൈറ്റനിങ് ബാംസ് അവൈലബിൾ ആണ്. ഇവയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ DM ചെയ്യുക.